Hi guys, welcome to my channel. Good evening. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിയുണ്ട് കൂടെ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേറ്റ വീഡിയോസ് കാണുക, വരുന്ന വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വൈകുന്നേരം കുറച്ച് സ്നാക്സൊക്കെ പുറത്തുനിന്ന് മേടിച്ചിരുന്നു. നമ്മളിവിടെ വാഴയ്ക്ക ബജ്ജി, നിങ്ങളെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ്. ഇത് പരിപ്പ് വട, പിന്നെ കുറച്ച് ഓണിയൻ വടയും വാങ്ങിച്ചിരുന്നു. എനിക്ക് യൂഷ്വലി ഇഷ്ടം പഴംപൊരിയാണ്. പഴംപൊരി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പഴംപൊരി ഫാൻസ് ആരൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടായിരുന്നു, ഒരു ടൊമാറ്റോ ഓണിയനൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് കുറച്ച് സ്പൈസിയും ഓയിലും ഒക്കെ ആയിരുന്നു, എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. യൂഷ്വലി വാങ്ങിക്കുന്ന കടയിൽ നിന്നല്ല വാങ്ങിച്ചത്. ഇത് വേറൊരു സ്ഥലത്തു നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഒരു ആവറേജ് സ്നാക്കായിരുന്നു. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നവിടുന്ന് ഒരു ദിവസം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും പറയാം. അപ്പോൾ ഞാൻ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് പഴംപൊരി. അപ്പോൾ ഇത് നമ്മൾ ഫരിയയ്ക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത കുറേ സാധനങ്ങളാണ്. കളർ പെൻസിൽസ്, ചോക്ലേറ്റ്സ്. അപ്പോൾ ആൾ ഉറങ്ങി എണീറ്റതും ചോക്ലേറ്റ് കഴിക്കാനിരിക്കുകയാണ്. കിൻഡർ ജോയ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഇപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫരിയയ്ക്ക് കിൻഡർ ജോയ് കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിയാണ് ആൾ. അപ്പോൾ ആൾക്ക് ഒരു ഗിഫ്റ്റായിട്ടൊരു പെൻസിൽ ബോക്സ്, ഒരു ബാർബി ഡോളിൻ്റെ പെൻസിൽ ബോക്സ്, പിന്നെ അതേപോലെ തന്നെ കളർ പെൻസിൽ. ഇത് കളർ പെൻസാണിത്. പിന്നെ അതുകൂടാതെ കളർ പെൻസിലുണ്ടായിരുന്നു. പിന്നെ ആളുടെ ഫേവറേറ്റ് ഇത് ലിറ്റിൽ സിംഗം, പിന്നെ ചോക്ലേറ്റാണിത്, ജംസ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഫേവറേറ്റ് ഹീറോ ആരാണെന്ന് പറയണം കേട്ടോ, കാർട്ടൂൺ ക്യാരക്ടർ. അപ്പോൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ആൾക്കൊരു കിറ്റ് കേറ്റ്. അപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നതെല്ലാം കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അല്ലെങ്കിൽ എന്നും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കില്ല പതിവ്. ആളുടെ ഫേവറേറ്റ് സ്നാക്ക് കണ്ടോ, ബിങ്കോ ഉണ്ട്, പിന്നെ അതേപോലെ ലേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് സോൾട്ട് ആൻഡ് ചീസ്, ഓണിയൻ ആൻഡ് ചീസ് ഫ്ലേവറാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുക. അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കുട്ടികൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് ഭയങ്കര ഹാപ്പിയായി. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചോക്ലേറ്റിനോട് ഭയങ്കര ക്രേവിങ് ആണ്. അപ്പോൾ ആളെ കളർ ചെയ്യാൻ തുടങ്ങി. കളറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴക്കും ബഹളവും ഒന്നും ഉണ്ടാവില്ല. അവർ ഹാപ്പി ആയിട്ട്. അപ്പോൾ ഫരിയ അവിടെ കളർ ചെയ്തിട്ട് ഇരുന്നോട്ടെ. നമുക്ക് നമ്മുടെ ഹെൽത്തി സ്നാക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഇത് റോസ്റ്റഡ് സെസമി സീഡ്സ് ആണ്, വൈറ്റ്. അതേപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ്, ഡ്രൈ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത നട്ട്സാണ്. ഇതിൽ ഞാനൊന്നും ഓയിലും ഷുഗറും ഹണിയും ഒന്നും ചേർക്കാതെ ചെയ്യുന്നത്. ഇത് റോസ്റ്റഡ് പീനട്ട്സാണ്. അത് ക്രഷ് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 100 ഗ്രാംസ് ഉണ്ടാവും. ഇത് ഒരു 200 ഗ്രാംസ് ഉണ്ടാവും. ഡേറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ഡേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പീനട്ട്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈറ്റായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. അത് ചെയ്ത് വരുമ്പോൾ ശരിയാവും. പിന്നെ നമ്മൾ ആ സെസമി സീഡ്സ്, റോസ്റ്റ് ചെയ്ത് വെച്ച സെസമി സീഡ്സ് കൂടെ ആഡ് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം സെസമി സീഡ്സ് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കയ്പ്പ് ബിറ്റർ ടേസ്റ്റ് വരും അതിന്.
അപ്പോൾ ഞാൻ അതും അതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോൾസ് ആക്കി എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് സെസമി സീഡ്സ് മാറ്റി വെച്ചിരുന്നു. അത് പിന്നെ കാഷ്യൂ നട്ട്സും ഗ്രേപ്സും അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ കൂടുതലുണ്ടെങ്കിൽ അടുത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ബോൾസ് ആക്കാം. എനിക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം മാത്രം ഒന്ന് ആ സെസമി സീഡിൽ ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വെക്കുമ്പോൾ അത് ഒട്ടി പിടിക്കില്ല. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇരുന്നോളും. അതെല്ലാം നമ്മൾ അതുപോലെ ചെയ്തെടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ റോസ്റ്റ് ചെയ്ത സ്ലിറ്റ് ചെയ്ത ആ കാഷ്യൂ നട്ട്സ് എല്ലാം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് നട്ട്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ളൂ, നമ്മൾ വാങ്ങിക്കുന്ന ഡേറ്റ്സ് സോഫ്റ്റ് ആയിരിക്കണം. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് വേണം വാങ്ങിക്കാൻ. നമ്മൾ ഡ്രൈ ഗ്രേപ്സ് കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഓയിലില്ല, ഷുഗറില്ല, ഒന്നുമില്ല. പക്ഷേ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സ്വീറ്റ്നെസ്സിന് മതിയാവും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. ഫരിയയും ഞാനും ഒക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് ഷുഗർ പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു ഷേപ്പും കൂടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.